Good morning. We have dealt with the morphology of earthworm. Now we can study the anatomy of earthworm. Anatomy. The body wall of earthworm is covered externally by a thin non-cellular cuticle below which is the epidermis, two muscle layers and the innermost coelomic epithelium. സോ എർത്ത് വേമിൻ്റെ ബോഡി വോൾ എന്ന് പറയുന്നത് ഒരു തിൻ നോൺ സെല്ലുലാർ ക്യൂട്ടിക്കിൾ കൊണ്ട് കവർ ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് അതിൻ്റെ എപ്പിഡേമിസ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം അകത്തായിട്ടാണ് മസിൽ ലെയർ വരുന്നത്. രണ്ട് മസിൽ ലെയർ ഉണ്ട്, ഒന്ന് സർക്കുലാറും ഒന്ന് ലോഞ്ചിറ്റ്യൂഡലും. അപ്പോൾ സർക്കുലാർ മസിൽ ലെയർ ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡൽ മസിൽ ലെയറും ഉണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഇന്നർ മോസ്റ്റ് ആയിട്ടാണ് സീലോമിക് എപ്പിത്തീലിയം കാണുന്നത്. The epidermis is made up of a single layer of columnar epithelial cells which contain secretory gland cells. സോ എർത്ത് എപ്പിഡെർമിസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സിംഗിൾ ലെയർ ഓഫ് കൊളുംനാർ എപ്പിത്തീലിയൽ സെൽസ് ആയിരിക്കും കാണുന്നത്. അതിൻ്റെ സെക്രീറ്ററി ആയിട്ടുള്ള ഗ്ലാൻഡ് സെല്ലുകളും ഉണ്ടാവും. ദ എലിമെൻ്ററി കനാൽ ഈസ് എ സ്ട്രെയിറ്റ് ട്യൂബ് ആൻഡ് റൺസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു ലാസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് ദ ബോഡി. എർത്ത് വർമിൻ്റെ എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ട്യൂബാണ്. അത് ആദ്യത്തെ മുതൽ അവസാനത്തെ സെഗ്മെൻറ്റ് വരെ അല്ലെങ്കിൽ അത്രയും മെറ്റാമിയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ്. ഓക്കെ, അത് നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റുമേ. സോ ദിസ് ഫിഗർ ഷോസ് ദ എലിമെൻ്ററി കനാൽ ഓഫ് എർത്ത് വർം. കണ്ടോ, ഫസ്റ്റ് സെഗ്മെൻറ്റ് മുതൽ ലാസ്റ്റ് സെഗ്മെൻറ്റ് വരെ, ഇപ്പോൾ ലാസ്റ്റ് സെഗ്മെൻറ്റ് വരെ കാണിച്ചിട്ടില്ല, എന്നാൽ ലാസ്റ്റ് സെഗ്മെൻറ്റ് വരെയും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ട്യൂബാണ്. കണ്ടോ, ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോയിരിക്കുന്ന ട്യൂബാണ് ഇതിൻ്റെ എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. A terminal mouth opens into the buccal cavity, that is 1 to 3 segments, which leads to muscular pharynx. അപ്പം നമ്മുടെ എലിമെൻ്ററി കനാൽ തുടങ്ങുന്ന പോലെ തന്നെ എർത്ത് വർമിൻ്റെ എലിമെൻ്ററി കനാലും മൗത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ബക്കൽ ക്യാവിറ്റി ദാറ്റ് എക്സ്റ്റെൻസ് ഇൻ ദ 1, 2 and 3 segments. 1 മുതൽ 3 സെഗ്മെൻറ്റ്സ് വരെയാണ്. അപ്പോൾ 1, 2, 3 ഈ സെഗ്മെൻറ്റുകളിലായിട്ടായിരിക്കും ബക്കൽ ക്യാവിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് മസ്കുലാർ ഫാരിങ്സ് വരുന്നത്. A small narrow tube, that is the esophagus, that is lying on 5 to 7 segments, continues into a muscular gizzard, that is at the 8 to 9 segments. So അത് കഴിയുമ്പോൾ ഫാരിങ്സ് കഴിഞ്ഞിട്ട് നേരെ ഈസോഫാഗസ് ആണ്. അത് 5 to 7 സെഗ്മെൻറ്റിൽ, അതിനുശേഷം മസ്കുലാർ ഗിസാർഡിലേക്ക് പോകും. അത് 8 to 9 സെഗ്മെൻറ്റിലാണ് ഉള്ളത്. ദിസ് ഗിസാർഡ് ഹെൽപ്സ് ഇൻ ഗ്രൈൻഡിങ് ദ സോയിൽ പാർട്ടിക്കിൾസ് ആൻഡ് ഡീക്കേയിങ് ലീവ്സ് എക്സെട്ര. അപ്പോൾ ഈ ഗിസാഡിലാണ് സോയിൽ പാർട്ടിക്കിൾസ് ഗ്രൈൻഡ് ചെയ്യുന്നതും അതുപോലെ ലീവ്സ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡീക്കേ ചെയ്ത് കളയുന്നതും ഈ മസ്കുലാർ ഗിസാഡിലാണ്. ദ സ്റ്റൊമക് എക്സ്റ്റെൻഡ്സ് ഫ്രം 9 to 14 സെഗ്മെൻറ്റ്സ്. സ്റ്റൊമക് സ്ട്രക്ചർ 9 to 14 എന്ന സെഗ്മെൻറ്റിലാണ് ലൈ ചെയ്യുന്നത്. ദ ഫുഡ് ഓഫ് ദ എർത്ത് വർം ഈസ് ഡീക്കേയിങ് ലീവ്സ് ആൻഡ് ഓർഗാനിക് മാറ്റർ മിക്സ്ഡ് വിത്ത് സോയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ് എർത്ത് വർം കഴിക്കുന്നത്. എർത്ത് വർമിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് ഡീക്കേഡ് ആയിട്ടുള്ള ലീവ്സും അതുപോലെ ഓർഗാനിക് മാറ്റർ ദാറ്റ് ആർ മിക്സ്ഡ് വിത്ത് ദ സോയിൽ. കാൽസിഫറസ് ഗ്ലാൻഡ്സ് പ്രസൻറ്റ് ഇൻ ദ സ്റ്റൊമക് ന്യൂട്രലൈസ് ദ ഹ്യൂമിക് ആസിഡ് പ്രസൻറ്റ് ഇൻ ദ ഹ്യൂമസ്. സോ സ്റ്റൊമക്കിലുള്ള ഒരു ഗ്ലാൻഡാണ് കാൽസിഫറസ് ഗ്ലാൻഡ്. ഈ കാൽസിഫറസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹ്യൂമിക് ആസിഡ് എന്തിനെ സഹായിക്കും? നമ്മുടെ ഈ ഫുഡിൽ ഇതിൻ്റെ സ്റ്റൊമക്കിൽ എത്തിച്ചേരുന്ന ഫുഡിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. Intestine starts from 15th segment onwards and continues till the last segment. അപ്പം ഇൻറ്റസ്റ്റൈൻ ആണെങ്കിൽ 15ാമത്തെ സെഗ്മെൻറ്റിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സെഗ്മെൻറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. എ പെയർ ഓഫ് ഷോർട്ട് ആൻഡ് കോണിക്കൽ ഇൻറ്റസ്റ്റൈനൽ സീക്കെ പ്രൊജക്ട് ഫ്രം ദ ഇൻറ്റസ്റ്റൈൻ ഓൺ ദ 26th segment. സോ 26th സെഗ്മെൻറ്റിലെ ഒരു പ്രത്യേകതയാണ് ഇൻറ്റസ്റ്റൈനൽ സീക്കം. ഇൻറ്റസ്റ്റൈനൽ സീക്കം എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫോൾഡാണ് ഇൻറ്റസ്റ്റൈനിൽ ഉള്ള. The characteristic feature of the intestine after 26th segment, except the last 23rd and 25th segment, is the presence of internal median fold of dorsal wall called typhlosole. This increases the effective area of absorption in the intestine. നമ്മുടെയൊക്കെ മനുഷ്യൻ്റെ ഇൻറ്റസ്റ്റൈനകത്ത് മൈക്രോ വില്ലൈസ് ഉണ്ടല്ലേ, അബ്സോർപ്ഷൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് എർത്ത് വർമിൻ്റെ ഇൻറ്റസ്റ്റൈനകത്തും ആ എഫക്റ്റീവ് ഏരിയ ഓഫ് അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ് ടിഫ്ലോസോൾ എന്ന് പറഞ്ഞ സ്ട്രക്ചർ. അത് ആ ഡോസൽ വോളിൻ്റെ ഒരു മീഡിയൻ ഫോൾഡ് മാത്രമാണ് ഈ ഒരു ടിഫ്ലോസോൾ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതെവിടെയാണ് കാണുന്നത്? 26ാമത്തെ സെഗ്മെൻറ്റിൽ നമുക്ക് ഇൻറ്റസ്റ്റൈനിൽ സീക്കെ കാണാൻ പറ്റും. അതിനുശേഷം വരുന്ന ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗത്താണ് ഈ ടിഫ്ലോസോൾ ഉള്ളത്.
എക്സെപ്റ്റ് ദ ലാസ്റ്റ് 23rd ആൻഡ് 25th സെഗ്മെൻറ്റ്സ്. അതായത് അവസാനത്തെ ഒരു 23 മുതൽ 25 സെഗ്മെൻറ്റ് വരെയുള്ള ഭാഗത്ത് ഇത് കാണുന്നത്. ദിസ് ഡസൻ മീൻ ദാറ്റ് 23rd ആൻഡ് 25th സെഗ്മെൻറ്റിൽ ഇല്ല എന്നല്ല. 26ാമത്തെ സെഗ്മെൻറ്റിന് ശേഷമാണ് തുടങ്ങുന്നതും അവസാനത്തെ 23 മുതൽ 25 സെഗ്മെൻറ്റ് വരെയുള്ള സെഗ്മെൻറ്റ്സിൽ ഈ ഒരു ടിഫ്ലോസോൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ദാറ്റ് വി ക്യാൻ സീ ഇൻ ദിസ് ഫിഗർ ടിഫ്ലോസോൾ. കണ്ടോ, ഈ അകത്തെ ഒരു മീഡിയൻ ഫോൾഡ് എടുക്കുക, ഒരു മീഡിയൻ ഫോൾഡാണത്. ദാറ്റ് ഈസ് ഡീറ്റെയിൽഡ് ഇൻ ദിസ് ഫിഗർ. Intestinal cecum, that is starting from 26th segment, and there are lymph glands in the intestine, and also ടിഫ്ലോസോറൽ പാർട്ട് ഓഫ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഇവിടെ 26th ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇൻറ്റസ്റ്റൈനൽ ല്യൂമനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ മൈക്രോവില്ലൈ പോലെയുള്ള ഓരോ സ്ട്രക്ചറാണ്, മീഡിയൻ ഫോൾഡുകളാണ് ടിഫ്ലോസോൾ എന്ന് പറയുന്നത്. The alimentary canal opens into the exterior by small rounded aperture called anus. So എലിമെൻ്ററി കനാൽ അവസാനിക്കുന്നത് ഏനസിലാണ്. ദാറ്റ് ഈസ് എ സ്മോൾ റൗണ്ടഡ് അപ്പർച്ചർ. ദ ഇൻജസ്റ്റഡ് ഓർഗാനിക് റിച്ച് സോയിൽ passes through the digestive tract where digestive enzymes break down complex food into smaller absorbable units. സോ ഓർഗാനിക് റിച്ച് ആയിട്ടുള്ള സോയിൽ, അതാണല്ലോ അതിൻ്റെ ഫുഡ്, അത് ആ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ കോംപ്ലക്സ് ഫുഡിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് അതിനകത്ത് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. ദാറ്റ് ഈസ് വെരി സിമിലർ ടു അവർ ഹ്യൂമൻ എലിമെൻ്ററി കനാൽ. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണോ അങ്ങനെ പോലെ തന്നെ. അപ്പോൾ സ്മോളർ അബ്സോർബബിൾ യൂണിറ്റ്സ് ആയിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ദീസ് സിംപ്ലർ മോളിക്യൂൾസ് ആർ അബ്സോർബ്ഡ് ത്രൂ ഇൻറ്റസ്റ്റൈനൽ മെംബ്രെയിൻസ് ആൻഡ് ആർ യൂട്ടിലൈസ്ഡ്. ആ ഇൻറ്റസ്റ്റൈൻ മെംബ്രെയിൻസിനകത്തൂടെ ഇതകത്തേക്ക് കയറി ആൻഡ് ആർ യൂട്ടിലൈസ് ചെയ്യാൻ വരുന്ന ആ ഒരു പരുവത്തിലേക്കാണ് ആ സ്മോളർ പാർട്ടിക്കിൾസ്, അതായത് ഫുഡിൻ്റെ ഏറ്റവും സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് അതിനെ കട്ട് ചെയ്യുന്നത്. ഫെററ്റിമ എക്സിബിറ്റ്സ് എ ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം. സോ ഫെററ്റിമ എന്ന് പറയുന്നത് നമ്മുടെ earthwormന്റെ സയൻറ്റിഫിക് നെയിമാണ് ഫെററ്റിമ പോസിമ. ആൻഡ് ദിസ് ഫെററ്റിമ എക്സിബിറ്റ്സ് എ ക്ലോസ് ടൈപ്പ് ഓഫ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ബ്ലഡ് വെസൽസ്, കാപ്പിലറീസ് ആൻഡ് ഹാർട്ട്. നമ്മുടെ ഹ്യൂമൻസിനെ പോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻസിൻ്റെ ക്ലോസ്ഡ് സർക്കുലേഷനിലെ അതേപോലെ തന്നെ ഒരു ക്ലോസ്ഡ് സർക്കുലേഷനാണ് ഫെററ്റിമയ്ക്കും ഉള്ളത്, ദാറ്റ് ഈസ് earthwormന്. അപ്പോൾ അതിൽ വെസൽസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്, ഹാർട്ടുമുണ്ട്. Due to a closed circulatory system, blood is confined to the heart and blood vessels. ഹാർട്ടും ബ്ലഡ് വെസൽസുമായിട്ടാണ്, അതിലൂടെയാണ് ബ്ലഡ് ഒഴുകുന്നത്. കൺട്രാക്ഷൻസ് കീപ് ബ്ലഡ് സർക്കുലേറ്റിംഗ് ഇൻ വൺ ഡയറക്ഷൻ. ഒരൊറ്റ ഡയറക്ഷനിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യാനായിട്ട് ഈ കൺട്രാക്ഷൻസ് ഹെൽപ്പ് ചെയ്യും, ദാറ്റ് ഈസ് ഹാർട്ട് ഉള്ളതുകൊണ്ട് തന്നെ. സ്മോളർ ബ്ലഡ് വെസൽസ് സപ്ലൈ ദ ഗട്ട്, നെർവ് കോഡ് ആൻഡ് ബോഡി വോൾസ്. ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ആണ് ഗട്ടിലും നെർവ് കോഡിലും അതുപോലെ ബോഡി വോൾസിനൊക്കെ ബ്ലഡ് കൊടുക്കുന്നത്. ബ്ലഡ് ഗ്ലാൻസ് ആർ പ്രസൻറ്റ് ഓൺ ദ 4th, 5th ആൻഡ് 6th സെഗ്മെൻറ്റ്. ബ്ലഡിൽ ഉള്ള ബ്ലഡ് ഗ്ലാൻസ് എന്ന് പറയുന്ന ഗ്ലാൻഡുകൾ 4th, 5th ആൻഡ് 6th സെഗ്മെൻറ്റിലായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ദീസ് പ്രൊഡ്യൂസ് ബ്ലഡ് സെൽസ് ആൻഡ് ഹീമോഗ്ലോബിൻ വിച്ച് ഈസ് ഡിസോൾവ്ഡ് ഇൻ ബ്ലഡ് പ്ലാസ്മ. ഈ ബ്ലഡ് ഗ്ലാൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ പ്രൊഡ്യൂസ് ദ ബ്ലഡ് സെൽസ് ആൻഡ് ഹീമോഗ്ലോബിൻ. ബ്ലഡ് സെൽസും ഹീമോഗ്ലോബിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവരാണ്. And these are dissolved in blood plasma. Blood cells are phagocytic in nature. Phagocytic ആയിട്ടുള്ള നേച്ചറാണ് ഈ ബ്ലഡ് സെൽസിനുള്ളത്. Earthworms lack specialized breathing devices. That is, respiratory exchange occurs through the moist body surface into their bloodstream. അപ്പം നമുക്കുള്ളതുപോലെ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി സിസ്റ്റം ഒന്നും ഇവർക്കില്ല. ഇവരുടെ ഈ ബ്ലഡിലേക്ക് നേരെ തന്നെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഇറ്റ് ഹാസ് എ മോയിസ്റ്റ് ബോഡി സർഫസ്. ആ ഒരു മോയിസ്റ്റ് ബോഡി സർഫസിലൂടെയാണ് ഇവിടെ റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് നടക്കുന്നത്. അങ്ങനെ പുറത്തു നിന്നും ആവശ്യമുള്ള ഓക്സിജനെ അകത്തേക്കും റെസ്പിറേറ്ററി വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അത് റിലീസ് ചെയ്യുന്നതും എല്ലാം തന്നെ അതിൻ്റെ മോയിസ്റ്റ് ബോഡി സർഫസിലൂടെയാണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവിടെ ഓർക്കേണ്ടത്, ബ്ലഡ് സർക്കുലേഷൻ ക്ലോസ്ഡ് ആണ്. ഹാർട്ടും ബ്ലഡ് വെസൽസുമായിട്ടാണ് ദീസ് ആർ കൺഫൈൻഡ്. ആൻഡ് ബ്ലഡ് ഗ്ലാൻസ് ആണ് നമ്മുടെ ഹീമോഗ്ലോബിനും അതുപോലെ തന്നെ ബ്ലഡ് സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 4th, 5th ആൻഡ് 6th സെഗ്മെൻറ്റ്സിൽ കാണുന്നു. സോ ദാറ്റ്സ് അബൌട്ട് ദ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ഓഫ് earthworm. സോ ഈ ഫിഗറാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് earthworm.
ഇവിടെ നമുക്ക് ഡോസൽ വെസൽ കാണാൻ പറ്റും, ഡോസൽ ബ്ലഡ് വെസൽ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അതിൻ്റെ ഡോസൽ സർഫസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഡോർസലി ഒരു ലൈൻ പോകുന്ന, ഒരു ഡാർക്ക് ലൈൻ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഒന്നുമല്ല, ഡോസൽ ബ്ലഡ് വെസലാണെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഡോസൽ ബ്ലഡ് വെസലാണ് ഈ ഡോസൽ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല നമുക്ക് ഉള്ളതുപോലത്തെ ഒരു ഒറ്റ സ്ട്രക്ചറായിട്ടുള്ള ഹാർട്ടല്ല. ഇവിടെ ലാറ്ററൽ ഹാർട്ട്സ് ഉണ്ട്. 7th സെഗ്മെൻറ്റിലും 9th സെഗ്മെൻറ്റിലും 2 ലാറ്ററൽ ഹാർട്ട്സ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ലാറ്ററൽ ഈസോഫാഗിയൽ ഹാർട്ട്സും ഉണ്ട്. 12th സെഗ്മെൻറ്റിലും 13th സെഗ്മെൻറ്റിലുമാണ് ലാറ്ററൽ ഈസോഫാഗിയൽ ഹാർട്ട്സ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ദർ ഈസ് കമ്മിഷ്യൂറൽ വെസൽ that is connecting the blood, oxygenated blood and deoxygenated blood circulation. അതായത് നമുക്കിപ്പം നമ്മുടെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആർട്ടറിയും വെയിനും തമ്മിലുള്ളൊരു കണക്ഷൻ ഇല്ലേ, കാപ്പിലറീസ് പോലെ, അതേപോലെ ഒരു കണക്ഷനാണ് കമ്മിഷ്യൂറൽ വെസൽസ് ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ സബ്ന്യൂറൽ വെസൽ ഉണ്ട്, ദാറ്റ് ഈസ് ഹിയർ. ആൻഡ് ദർ ഈസ് ആൻറ്റീരിയർ ലൂപ്സ് ഇൻ ദ 10th and 11th സെഗ്മെൻറ്റ്. ഈ ഒരു പിക്ചർ വെച്ചിട്ട് അതിൻ്റെ ആ സെഗ്മെൻറ്റ്സും കൂടെ ചേർത്ത് നമ്മൾ പഠിക്കുക. ദാറ്റ് ഇസ് എ ബ്ലഡ് സർക്കുലേഷൻ ഇൻ earthworm. നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഓഫ് earthworm. Excretory organs occur as segmentally arranged coiled tubes called nephridia and singular nephridium. അപ്പോൾ അതിൻ്റെ ഓരോ സെഗ്മെൻറ്റ്സിലായിട്ടാണ് ഇതുള്ളത്. ഈ നെഫ്രീഡിയ എന്ന് പറഞ്ഞ സ്ട്രക്ചർ, കോയിൽഡ് ട്യൂബ്സ് ആണ് ഇതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ. എല്ലാ സെഗ്മെൻറ്റിലും ഉണ്ട്. ദെയർ ഓഫ് 3 types. Septal nephridia present on both sides of intersegmental septa of segment 15 to last that open into the intestine. So first one ആണ് septal nephridia. ഈ septal nephridiയുടെ പ്രത്യേകത, that is present on both sides of intersegmental septa of segment 15 to last. 15th സെഗ്മെൻറ്റ് തൊട്ട് ലാസ്റ്റ് സെഗ്മെൻറ്റ് വരെയാണ് ഈ സെപ്റ്റൽ നെഫ്രീഡിയ കാണുന്നത്. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇൻറ്റസ്റ്റൈനിനകത്തേക്കാണ്. That is a septal nephridia. Second type is the integumentary nephridia. This is attached to the lining of body wall of segment 3 to last that open on the body surface. ഇതെവിടെ കാണുന്നത്? 3th സെഗ്മെൻറ്റ് തൊട്ട് ലാസ്റ്റ് സെഗ്മെൻറ്റ് വരെ കാണും. അതുപോലെ തന്നെ അത് ഓരോ ബോഡി സെഗ്മെൻറ്റിൻ്റെയും വോളിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് ഓപ്പൺസ് ടു ദ ബോഡി സർഫസ്. ബോഡി സർഫസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ദാറ്റ് ഇസ് സെക്കൻഡ് സെഗ്മെൻറ്റ് ഇൻറ്റഗുമെൻ്ററി. തേർഡ് ആണ് pharyngeal nephridia. That is present as 3 paired tuft in 4th, 5th and 6th segments. 4, 5, 6 ഈ സെഗ്മെൻറ്റ്സിലായിട്ട് 3 പെയർഡ് ആയിട്ടുള്ള ടഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് pharyngeal nephridia. ദിസ് ഇസ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ഓർ ദ നെഫ്രീഡിയൽ സിസ്റ്റം ഓഫ് earthworm. 3 ടൈപ്പായിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. pharyngeal nephridia 4th, 5th and 6th കാണുന്നു. integumentary nephridia ഉണ്ട്, അതുപോലെ septal nephridia. These different types of nephridia are basically similar in structure. Nephridia regulate the volume and composition of the body fluids. A nephridium starts out as a funnel that collects excess fluid from coelomic chamber. That the funnel connects with a tubular part of the nephridium which delivers the waste through a pore to the surface in the body wall into the digestive tube. സോ ഈ ഓരോ നെഫ്രീഡിയം 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും സിമിലർ ആണ് സ്ട്രക്ചറിൽ. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വോളിയം ആൻഡ് കമ്പോസിഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സീലോമിക് ചേംബറിൽ നിന്നുള്ള എക്സസ് ഫ്ലൂയിഡിനെ കളക്ട് ചെയ്യും. അങ്ങനെ ഒരു ഫണലാണിത്. ഡൈജസ്റ്റീവ് ട്യൂബിനകത്തേക്കാണ് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഡെലിവർ ചെയ്യുന്നത്. സോ റെസ്റ്റ് ഓഫ് ദി സിസ്റ്റം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇതുവരെയുള്ളത് നന്നായിട്ട് പഠിക്കുക. പിക്ചർ വെച്ച് പഠിക്കണേ.